നമസ് നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഒരു ദുഃഖകരമായ വാർത്ത പറയട്ടെ. എവിടെ അനീതിയുണ്ടോ അവിടെ നീതിയുടെ ശബ്ദം ഉണ്ടാവും. കേരള ജനത ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, ഇഷ്ടപ്പെടുന്നു, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ കാണുന്നു. ആ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ ചില തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ തിരുത്തലുകളോ സംഭവിച്ചതിൻ്റെ പേരിൽ ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൽ മൊയ്തീൻ ഷായും ഗ്രൂപ്പും, ചെറിയ പാർട്ടികളിൽ കൂടി, വരുന്ന തിങ്കളാഴ്ച 11-ാം തീയതി 9 മണി മുതൽ 12 മണി വരെയും ഗാന്ധി ജംഗ്ഷനിൽ കച്ചേരിപ്പടിയിൽ ഒരു പ്രതിഷേധ സൂചന ധർണ നടത്തുകയാണ്. അങ്ങനെ ധർണയും സമരവും ചെയ്യുന്ന ഒരു ആശയമല്ല ഞങ്ങളുടെ. പക്ഷെ ഇത് അനീതിയാണ്. അതിനു വേണ്ടി, നീതി ലഭിക്കുന്നതിന് വേണ്ടി മൊയ്തീൻ ഷാ നയിക്കുന്ന ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വരുന്ന തിങ്കളാഴ്ച രാവിലെ 9 മുതൽ 12 വരെ ഒരു സൂചന പ്രതിഷേധ ധർണ നടത്തുകയാണ്. എല്ലാവരുടെയും, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. യെസ്, വളരെ ഭൂരിപക്ഷം കിട്ടി. അറിയാമല്ലോ, 102 സീറ്റ് കിട്ടി. പിണറായി സഖാവിൻ്റെ ചില പോക്കറ്റുകളുടെയും ബുദ്ധിശൂന്യതയും ധിക്കാരവും കാരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ പോലും UDF വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അതിനുശേഷം AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ ആഗണി ആയിക്കോട്ടെ, സതീശൻ ആഗണി നമുക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ വിഷയം വെച്ച് നോക്കുമ്പോഴേ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ദുർവിനിയോഗം നടക്കുകയാണ്. കാരണം അന്നൊരിക്കൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ സീറ്റ് BJPക്ക് കൊടുത്തുകൊണ്ട്, അങ്ങനെ തന്നെ പറയണം, BJP കൊടുത്തുകൊണ്ട് അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ചു പാർലമെൻറ്റിലേക്ക്. എന്താണ്, ഇത്തവണ ഭരണം കിട്ടും, അപ്പോൾ അവിടെ കേന്ദ്രത്തിൽ മന്ത്രിയാകാം. അന്ന് ഞങ്ങൾ പറഞ്ഞു, എടോ പൊന്നു മനുഷ്യ, കേന്ദ്രത്തിൽ എങ്ങനെ സ്ഥാനം കിട്ടുകയാണെങ്കിൽ രാജ്യസഭ മെമ്പർമാർക്കും ആകാം, മന്ത്രി സ്ഥാനമാകാം, നിങ്ങൾക്ക് മന്ത്രിയെ പോരെ. അത് കഴിഞ്ഞ് 2-2.5 വർഷം 2014 പോയിട്ട് 1-2 വർഷത്തേക്കും അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴേ നിങ്ങൾക്ക് മത്സരിക്കാം. അപ്പോൾ നിങ്ങളുടെ കാലാവധി തീരാത്തി 6 മാസമേ ഉണ്ടാവുള്ളൂ. അതൊന്നും ചെയ്യാതെ കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ വേണ്ടി അധികാരമോഹി എന്ന് പറയുന്ന അധികാരമോഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും തിരസ്കരിച്ചുകൊണ്ട് ആലപ്പുഴ MP ആയി. ആ സീറ്റ്, രാജ്യസഭാ സീറ്റ് BJP പോകും. ഇപ്പം ഇദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എന്താണത്? അഹങ്കാരമല്ലേ, ധിക്കാരല്ലേ, അനീതിയല്ലേ? ആലപ്പുഴയിൽ BJPയുടെ ശോഭാ സുരേന്ദ്രന് കേന്ദ്രത്തിലേക്ക് മന്ത്രിസ്ഥാനം കൊടുത്ത് അവിടെ മത്സരിപ്പിച്ച് ശോഭ അവിടെ ജയിക്കുകയും ചെയ്യും. 2 കാര്യം, ഒന്ന് കേന്ദ്ര മന്ത്രിയാണ്, മറ്റേതവർക്ക് കുറേ 2ാം സ്ഥാനത്ത് ഒന്നാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. ഇതിനൊക്കെ കരുക്കൾ നീക്കുന്നത് അത്യാഗ്രഹിയായ KC വേണുഗോപാലാണെന്ന് ആരെങ്കിലും സംശയിച്ച കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. തന്നെയുമല്ല, എത്രയോ വർഷമായിട്ട് DMK എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രത്തിന് കൂടെയായിരുന്നു കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തത്. അതിന് DMKയുടെ കൂടെ നിന്ന് കോൺഗ്രസ് 5 സീറ്റ് നേടുകയും ചെയ്തു. ആദ്യമായിട്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് ആ തമിഴ്നാട്ടിൽ നിന്ന് DMK മുന്നിൽ ജയിച്ച 5 സീറ്റും എത്രയും വേണ്ടി രാജിവെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മാന്യതയുടെ അംശമുണ്ടെങ്കിൽ, സത്യസന്ധതയുടെ കണിക പോലുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറയേണ്ടത് നിങ്ങൾ 5 പേര് രാജിവെക്കാനാണ്. കാരണം DMKയുടെ മുന്നിൽ നിന്നാണ് നിങ്ങൾ 5 സീറ്റ് കിട്ടിയത്. നിങ്ങൾ മാറല്ലേ പെട്ടെന്ന്? അത് നെറുകെട്ട ഭാഷയല്ലേ? തന്നെയുമല്ല, കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? 2024 CTR കുമാർ എന്ന് പറഞ്ഞ ആൾ BJP സംസ്ഥാന പ്രസിഡന്റാണ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ ജോസഫ് വിജയിൻ്റെ പാർട്ടി രൂപീകരിച്ച് 2024 ശ്രമിച്ചു, 2026 പ്രഖ്യാപിച്ചു. ബാക്ക്ഗ്രൗണ്ട് എന്തോടെ?
ആസാമിൽ ഇങ്ങനെയായിരുന്നു, പഞ്ചാബിൽ ഇങ്ങനെയായിരുന്നു, ബീഹാറിൽ ഇങ്ങനെയായിരുന്നു, യു പിയിൽ ഇങ്ങനെയായിരുന്നു, ഗുജറാത്തിൽ ഇങ്ങനെയായിരുന്നു. അതും ഇപ്പോൾ ദ്രാവിഡ മുന്നേറ്റം കിടന്ന് നടക്കുന്ന തമിഴ്നാടും BJPയുടെ കയ്യിലാകാൻ പോകണം. കോൺഗ്രസിലും പറയാനുണ്ടോ? മാന്യത സത്യസന്ധമാണ്. ഇപ്പോൾ യു പിയിൽ 200 വർഷം പോലും പഴക്കമുള്ള 100 പള്ളികൾ നശിപ്പിച്ചിരിക്കുകയാണ് ബുൾഡോസ് കൊണ്ടത്. ഈ കത്തോലിക്ക കോൺഗ്രസ്, രാഹുൽ ഗാന്ധി, പ്രിയങ്കയോ രക്ഷം മിണ്ടുന്നുണ്ടോ? അവർ ശ്രദ്ധ മുഴുവൻ ഇപ്പോഴും ഈ 2% മാത്രമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അവരെ ആളാക്കാനുള്ള ശ്രമമാണ്. അവർ ഓച്ചാനിച്ചിരിക്കുന്ന റാമൂലി കളിയാക്കാൻ. എടോ 200 വർഷത്തിൽ പഴക്കമുള്ള പള്ളികൾ എത്ര എണ്ണം നശിപ്പിക്കുന്നത് യു പിയിൽ? 1 ലക്ഷം നിങ്ങൾ മിണ്ടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ അറിഞ്ഞ വിവരം ഇല്ല. ഈ കത്തോലിക്ക കോൺഗ്രസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഗട്ട്സ് ഇല്ല. 2% ക്രിസ്ത്യൻ സമുദായത്തിൽ 0.4% കത്തോലിക്ക് ചിലതും ഈ 90% വരുന്ന 80% ഹിന്ദു സമുദായത്തിലെ RSSനെ ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. അവർക്കതറിയാം. അവർ മിണ്ടില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരെങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ ഉണ്ടെങ്കിൽ, ഈ ആശയത്തോട് യോജിക്കുന്ന ആരെങ്കിലും അമുസ്ലിങ്ങളായിട്ട് ഇന്ത്യയിലുണ്ടെങ്കിൽ അവർ മുസ്ലിങ്ങളോട് ഉപദേശിക്കണം, മുസ്ലിം തീരുമാനമെടുക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞ ബാബരി മസ്ജിദ് വേണ്ടി സമരം ചെയ്തപ്പോൾ ഉറങ്ങിക്കിടക്കുന്നതിന് വിളിച്ചു നിർത്താൻ പ്രയാസമില്ല, പക്ഷെ അഭിനയിച്ച് കിടക്കുന്നത് വിളിച്ചു നിർത്താൻ പ്രയാസമാണ്. ബാബരി മസ്ജിദ് മാത്രമല്ല, ഒരു പള്ളിയിലും ആ ദേവാലയങ്ങളും മുസ്ലിങ്ങൾ കയ്യേറില്ല. അവർക്ക് നിയമമില്ല. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ ആണല്ലോ. ആകെ കൂടി അന്യവൻ്റെ പറമ്പിൽ ഒരു മുസ്ലിമിന് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് ചെയ്യാവുന്നത് ഈ നിർബന്ധ നമസ്കാരം, നിർബന്ധ നമസ്കാരത്തെ സമയമുണ്ട്. സമയം കഴിയാണെന്ന് കണ്ടാൽ അവൻ നടന്ന് ആ പറമ്പിൽ കൂടി പോകാൻ അവിടെ നിന്ന് കൈ കെട്ടിയിട്ട് നടന്നു പോരണം. അവിടെ നിൽക്കാൻ പറ്റില്ല. അതിന് മാത്രമേ അന്യവൻ്റെ പറമ്പിലേക്ക് കയറുന്ന സാഹചര്യം വരുള്ളൂ. അല്ല ഒരു സാഹചര്യത്തിലും ഏതെങ്കിലും ദേവാലയം തകർത്ത് മുസ്ലിം പള്ളി പണിയാൻ പാടില്ല. അങ്ങനെ പണിയാൻ പാടില്ലെന്നുള്ള കാര്യം ഭരിക്കുന്ന കക്ഷികൾക്ക്, ഭരണാധികാരികൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഉപദേശക വൃന്ദമുണ്ട്, അല്ലെങ്കിൽ ഉപദേശക സന്നാഹമുണ്ട്. അവർ പറയും, സർ ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഒരിക്കലില്ല. അപ്പോൾ ഒരിക്കലും ഒരു ദേവാലയം പൊളിച്ച് ബാബർ മസ്ജിദ് പണിയില്ല. അപ്പോൾ ഇവിടെ വോട്ട് ബാങ്കും ഇലക്ഷനുമാണ്, രാഷ്ട്രീയമാണ്. അത് മനസ്സിലാക്കി ദീർഘമായ ബുദ്ധിയുള്ള മുസ്ലിം സമുദായത്തിൽ എന്നെപ്പോലെ ചിലർ പറഞ്ഞിരുന്നു, നിങ്ങളത് വിട്ടുകൊടുത്ത പ്രശ്നം തീർക്കും. നിങ്ങൾക്ക് സ്വർണം കൊണ്ട് വേണമെങ്കിൽ പള്ളി പണിതതിനെ. പ്രത്യേകിച്ച് ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അയക്കുമ്പോൾ അദ്ദേഹം നിങ്ങളിത് സമ്മതിക്കുകയാണെങ്കിൽ പ്രശ്നം തീർത്ത് സമ്മതിക്കാതെ ഞങ്ങൾ എന്ത് വേണം ചെയ്തു തരാമെന്ന് പറഞ്ഞു. VPCക്ക് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഇനി BJP കാലത്താണെങ്കിലും സന്തോഷമായിട്ട് വിട്ടു നിങ്ങളുടെ. പക്ഷെ കഥയെല്ലാം മറിഞ്ഞ് നശിപ്പിച്ച് അവരുടെ കയ്യിലേക്ക് വന്നതിന് ശേഷം 5 ഏക്കർ സ്ഥലം കോടതി വിധിച്ചിട്ടു. അതിപ്പോഴും അവിടെ കിടക്കല്ലേ? കാരണം എന്താ? ഞാൻ ഇന്നലെ സഖാക്കളോട് പറഞ്ഞില്ലേ, വെള്ളം ഒഴുകി തീർന്നതിന് ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ല. വെള്ളം തീരുമ്പോൾ എഴുകട്ടും. അപ്പോൾ കോടതിയിൽ ആ കേസ് വാദിക്കും, വക്കീൽ നിയമം തെളിഞ്ഞില്ലേ പിന്നെ വീട്ടിൽ പോയിട്ട് നിന്നൊരു കാര്യമില്ല. അതുപോലെ മുസ്ലിം സമുദായം ഇന്ത്യയിൽ പല വിഡ്ഢിത്തരം കാണിച്ച്, അതിൽ ഒരു പ്രധാന വിഡ്ഢിത്തരം എന്നുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കി ഫത്വ ഇറക്കിയതാണ്. അതാണ് സമുദായം ഇത്രയും ക്ഷീണം വരാൻ കാരണം. മറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ അത് ഭാഗ്യമാണ്. മുസ്ലിം സമുദായം മൊത്തത്തിൻ്റെ അല്ലെങ്കിലും അവർ ആ പേര് മാറ്റാതെ പുതിയ പേരെടുക്കാതെ ഇട്ടതിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഇപ്പോൾ മറ്റൊരു മണ്ടത്തരാണ് ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ നിങ്ങളുടെ തീരുമാനം തെറ്റായിപ്പോയി. മൂന്നാമത് കഴിഞ്ഞ് 4മതൊരു കാര്യം, മുസ്ലിം സമുദായം മണ്ടത്തരാകാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റും BJP പിടിച്ചു. ഇനി ആകെ പിടിക്കാനുള്ള കേരളമുള്ളൂ. കർണാടക ഒരു പിടിച്ചാണല്ലോ. തമിഴ്നാട് ഇപ്പോൾ ഏതാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് KC വേണുഗോപാലും കത്തോലിക്ക കോൺഗ്രസ് കൂടി തീരുമാനിച്ച് കോടികൾ വാങ്ങിയെന്ന് പറഞ്ഞ കോടികൾ അയാൾ കാണിച്ച് തീരുമാനിച്ച്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗ് നേതാവിനോട് പറയാണ് ഞങ്ങൾ മുന്നണി വിടാൻ പാടുന്നത്. ഒരു ചർച്ചയില്ലാതെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ മുന്നണി അതിൽ ഒരു പാർട്ടി ചേർക്കണമെങ്കിലും ഒരു പാർട്ടിയെ മാറ്റണമെങ്കിലും പാർട്ടി പിന്തുണക്കണമെങ്കിലും
ദേശീയ സമിതി കൂടി ആ മുന്നണി കൂടി തീരുമാനിക്കട്ടെ. ഇതൊന്നുമില്ല, ഒരു ടെലിഫോണിക് മെസ്സേജ് വലിയ എന്താണ് ഓൺലൈനിൽ കൂടി സമ്മേളനം കൂടി DMK മാറി മറ്റേ ജോസഫ് വിനയന് സപ്പോർട്ട് ചെയ്യാണ്. എന്ത് നീതിയാടോ രാഹുൽ ഇത്? എന്ത് നീതിയാടോ സതീഷ? എന്ത് നീതിയാടോ വേണുഗോപാൽ? നിങ്ങൾ BJP താഴെ ഇറക്കാൻ വേണ്ടിയല്ലേ കള്ളത്തരം കാണിച്ച് ദേശീയ മുന്നണി ഉണ്ടാക്കിയത്? ഇന്ത്യ എന്ന ഒരു കള്ളപ്പേരിട്ടുണ്ട്. ആ മുന്നണിയിലെ ഒരു ഘടകകക്ഷിക്ക് പിന്തുണ പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ കമ്മിറ്റി കൂടണ്ടേ? കമ്മിറ്റിയോട് തീരുമാനിക്കണ്ടേ? അത് ഒരു കാര്യം പറയും, ഈ ഒരു മുന്നണിയിൽ ഒരാൾ ചേർക്കണമെങ്കിലും, ഒരു മുന്നണിയിൽ ഒരു പാർട്ടി ചേർക്കണമെങ്കിലും, ഒരു മുന്നണിയുടെ പിന്തുണ പിൻവലിക്കണമെങ്കിലും, അല്ലെങ്കിൽ ഒരു പാർട്ടി പുറത്താക്കണമെങ്കിലും ദേശീയ സമിതി കൂടി തീരുമാനിക്കണം. അതല്ലേടോ മര്യാദ? കോൺഗ്രസ് മര്യാദ ഇവിടെ പോയി, ഗാർഗിയുടെ മര്യാദ പോയി, പ്രിയങ്കയുടെ മര്യാദ പോയി. അപ്പൊ അതോ ഈ ഗാർഗിയെ കൊണ്ടും പ്രിയങ്കയെ കൊണ്ടും രാഹുലിനെ കൊണ്ടും ഒന്നും ഒരു ചുക്കും നടക്കലും മാത്രമല്ല, അവർ സംഘ് പരിവാർ അധികാരത്തിൽ കയറ്റാനുള്ള കുറുക്ക് വഴിയാണ്. പേതൂറ്റി DMK പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു കാലത്തും കോൺഗ്രസ് സഖ്യം ഉണ്ടാവില്ല. അവര് ഇത്രയും MP അറിയോ? എനിക്കൊരു കോൺഗ്രസ് ഉള്ള MP തോന്നുന്നു. അത്ര MP വേറെ ബ്ലോക്ക് ആക്കാൻ പറഞ്ഞ് സ്പീക്കർക്ക് അപേക്ഷ കൊടുത്തേക്കാം DMK. എവിടെ എത്തി കാര്യം? അവിടെ നിങ്ങൾ യേശുദാസ് എന്നാ എന്തിന് ജോസഫ് വിജയ് നിങ്ങൾ സഹായിക്കുമോ? ജോസഫ് വിജയിൻ്റെ എന്തിനാണ് ക്വാളിറ്റി? ഒരു ആവേശം കൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്ത്, അതല്ല വല്ല അടിസ്ഥാനമില്ലോ ഉണ്ടോ? എന്നിട്ട് അയാൾ പാടും ഞാൻ BJP എതിർക്കും, DMK എതിർക്കും. DMK എതിർക്കുന്ന രാഷ്ട്രീയമായിട്ട് എതിർപ്പ് പാരമ്പര്യമായിട്ട് കൊണ്ടാണ് അച്ഛൻപാനായിട്ട്. അങ്ങനെ പറയുന്ന വിജയാണ് രാഹുൽ ഗാന്ധിയോട് സപ്പോർട്ട് ചെയ്തത്. രാഹുൽ ഗാന്ധി ആരാണ്? നെഹ്റുവിൻ്റെ പാരമ്പര്യമായിട്ട് വരുന്നല്ലേ, കുടുംബാധിപത്യല്ലേ? ഇതൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒരൊറ്റ ആൾ പോലും ഇന്ത്യയിൽ നിന്ന് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ദുഃഖവും സങ്കടവും അമർഷവും ഒക്കെ തോന്നുന്നുണ്ട്. ബൈ. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നതാണ്, തെലുങ്കാന എടുക്കാൻ ഇപ്പോൾ പോവാണ് BJP. അടുത്ത ശ്രമം അതാണ്. കേരള അവസരം വരുന്നുള്ളൂ. കേരളം പോകുന്നവർക്കറിയാം ഒരു വിഷയം 2% ജനസംഖ്യയുള്ളൂ. തമിഴ്നാട് വരെ പോകും. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞ് BJPയുടെ കയ്യിലേക്ക് ആധിപത്യം വന്നു കഴിഞ്ഞാൽ കള്ളന്മാരായ മുസ്ലിങ്ങളെ ഞാനിപ്പോൾ പറയാണ്. പിന്നെ നിങ്ങൾ പിന്നെ ഉപ്പ് പോയ എന്താണ് ഉപ്പ് പോലെയാണ്, ഉപ്പിൻ്റെ അംശമായി ഉപ്പ് പോലെയാണ്. അത് വേസ്റ്റാണ്. നമ്മൾ ഉപ്പ് കറിക്കരുതുണ്ട്, അതിൽ ഉപ്പിൻ്റെ അംശങ്ങളുണ്ട്. ആ അംശം പിന്നെ അത് വേസ്റ്റാണോ? അത് പിന്നെയുള്ള മുസ്ലിങ്ങളെ അവർക്ക് വേസ്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അത് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഈ ആശയത്തോട് യോജിക്കുന്ന ഏതെങ്കിലും അമുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർ നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദേശിക്കണം. BJP അല്ലെങ്കിൽ സംഘ് പരിവാരമായിട്ട് ധാരണ എത്തുക. ആ ധാരണ എത്താൻ പറയുന്നത് കാരണം ഇതാണ്, ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം അരിച്ച് കലക്കി പഠിച്ച ആളാണ്. കഴിഞ്ഞ നീണ്ട 60 വർഷം ഇന്ത്യൻ പൊളിറ്റിക്സും ഇന്ത്യൻ സാമുദായിക പശ്ചാത്തലം എല്ലാം മനസ്സിലാക്കിയ ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഗ്രൂപ്പിൽ 33 പേര്, അതിൽ ഒരാൾ മാത്രം ഞാനാണ് ഏറ്റവും മോശക്കാരൻ. ബാക്കിയുള്ള ആളുകൾ സമർത്ഥരാണ് എല്ലാത്തിലും. എന്താ ചെയ്യേണ്ടത്? അവർ BJP സംബന്ധിച്ച് സംഘ് പരിവാറിനെ സംബന്ധിച്ച് അവർക്കുള്ള വിഷയം ഇതാണ്. 20% എന്ന മുസ്ലിം സമുദായം പിന്നോക്കം ദളിതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ തോൽപ്പിക്കാൻ സംഘപരിവാറിന് സാധിക്കില്ല. പക്ഷെ മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ പിന്നോക്ക ഹിന്ദുക്കളും പിന്നോക്ക ദളിത് മുന്നണികൾക്കും അവർക്ക് വിഷയമേ അല്ല. ഇനി ഈ കത്തോലിക്ക കോൺഗ്രസ് കൂടെ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഒന്നും ചെയ്യാൻ പറ്റില്ല. നത്തിങ് ഡു ഇറ്റ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതാ പറഞ്ഞ ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ നിങ്ങൾ കാണിച്ച മണ്ടത്തെ ഒഴിവാക്കി സംഘ് പരിവായിട്ട് ധാരണ എത്താം. ആ ധാരണ എത്തുന്നതെന്തറിയോ? ഞങ്ങളത് 20% സമുദായമുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആ 20% ആനുപാതികമുള്ള ആനുകൂല്യം വേണം എന്ന് പറഞ്ഞ് ഒരു ധാരണ സംഘ് പരിവായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ഭയപ്പെടാനില്ല. പിന്നെ പിന്നോക്ക ഹിന്ദുവോ ദളിതൊന്നും അവർക്ക് വിഷയമേ അല്ല. മൂക്കി കയറ്റി വലിക്കും. ഇവിടെ 2% കത്തോലിക്ക വലിക്കും പോലെ, ക്രിസ്ത്യൻ വലിക്കും പോലെ. പക്ഷേ 20% ചേർന്ന് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് അവർ മുസ്ലിങ്ങൾ തകർക്കാൻ നോക്കുന്നത്. ആ മുസ്ലിം അല്ല അവർക്ക് വാസ്തവത്തിൽ RSSൻ്റെ മുഖ്യ ശത്രു മുസ്ലിമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മുഖ്യ ശത്രു RSSും അല്ല. അത് വെറും പ്രചരണവും വെറും ദ്വയാർത്ഥം പോലെയാണ്. അതൊന്നല്ല. ഇവിടുത്തെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് RSSൻ്റെ സംഘ് പരിവാറിൻ്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത്
പിന്നോക്ക ഹിന്ദുക്കളും ദളിതുകളാണ്. സംഘപരിവാരനല്ല, സവർണ ഫാസിസത്തിൻ്റെ. മുസ്ലിങ്ങളെ മുഖ്യത്വം ആരാണ്? RSS ആണെന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയാണോ? അവർക്ക് നിൽക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ഞങ്ങൾ കൊല്ലൻ്റെ ആലയിൽ നിൽക്കുന്ന, കൊല്ലൻ്റെ ആലയിലുള്ള ഇരുമ്പിൽ കൊല്ലൻ മുട്ടിയാൽ പിടക്കുന്നത് ആരാണ്? മുയലാണ്. പക്ഷെ വാസ്തവത്തിൽ കൊല്ലം മുയലിനെ മുട്ടുന്നുണ്ടോ? ഇല്ല. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല RSS ഉന്നം വേറെയാണ്. പക്ഷെ ആ ഉന്നം കാണുന്ന ഓരോ പോയിന്റും വിറക്കുന്നത് അല്ലെങ്കിൽ പിടക്കുന്ന മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ടറിയോ? അവർ ആഴത്തിൽ അതിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കുന്നുണ്ട്. അത് മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു വിഷയമല്ല. അത് ഞങ്ങൾക്ക് പഠിച്ചിട്ടേ പറഞ്ഞത്. അംബേദ്കർ നമ്മൾ ഗുണവും പറഞ്ഞു, പോറ്റിയും പറഞ്ഞു, ദൂഷവും പറഞ്ഞു. അംബേദ്കർ ഒരുത്തരെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ദൈവമായിട്ട് കണക്കാക്കാൻ പറ്റും. അംബേദ്കറുടെ ആ ഒരു പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാർ ഇത്രയും വിരോധമാക്കിയത്. കാരണം അറിയോ? ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ഐക്യം. അതിന് ഞങ്ങളും പറയും 90% പേര് ആ ഐക്യം വന്ന മൂത്രമൊഴിച്ച് കളയാൻ കൊടുത്ത സവർണ ഫാസിസം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർക്ക് ഭയം ഉണ്ടാവില്ലേ? അവർക്ക് വേറെ ഒരു വഴിയില്ല. മുസ്ലിങ്ങൾ പോകാൻ 120 രാജ്യങ്ങളുണ്ട്. ക്രിസ്ത്യാനിക്ക് പോകാൻ 150 രാജ്യങ്ങളുണ്ട്. പക്ഷേ ഈ കാശ്മീർ കടലിൽ കിടന്ന് ഇന്ത്യയിൽ വന്ന ആര്യന്മാർ അവർക്ക് പോകാൻ വഴിയില്ല. ഇറാനിൽ കടക്കാൻ പറ്റില്ല. അവർക്ക് ഇവിടെ തന്നെ ജീവിക്കണം കാലാന്തരം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഒരു വഴി ഒരുക്കുക, ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. ആവശ്യം എന്ന് പറയും. ആവശ്യമുണ്ട്, ആവശ്യമാണ്, മസ്റ്റാണ്. അങ്ങനെ വരുമ്പോഴാണ് മുസ്ലിങ്ങൾ എതിർക്കുന്നത്. മുസ്ലിം പേര് വരുന്നത്. വാസ്തവ മുസ്ലിങ്ങളല്ല. അത് മനസ്സിലാക്കുക ഇന്ത്യയിലെ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അംബേദ്കർ പറഞ്ഞത് സംഘപരിവാർ പറയുന്ന വേറൊരു വേർഷനാണ് അംബേദ്കർ പറയുന്നത്. ഞാൻ അംബേദ്കറിസ്റ്റ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. RSS പറഞ്ഞത് പറയുന്നത് അതെ, ഒരു പാമ്പിനെ ഒരു മുസ്ലിം കണ്ട മുസ്ലിം തല്ലിക്കൊല്ലം പാമ്പിന് രക്ഷപ്പെടുത്തു. അംബേദ്കർ അല്ലെ RSSന്റെ മനുസ്മൃതിയിലുണ്ടെന്നാണ് പറയുന്നത്. ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല, മനുസ്മൃതിയിൽ ഇട്ടില്ലോ. അത് അംബേദ്കർ സാധനം ബ്രാഹ്മണന് സ്ത്രീകളിലുള്ള ഭ്രൂണ പോലും വളർത്ത് അനുവദിക്കാൻ പാടില്ല, നശിപ്പിക്കണമെന്നാണ്. 2 ധ്രുവങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ പറയുന്ന അംബേദ്കറിനെ കുറിച്ച് എന്തിൽ കാരണവശാൽ സംഘപരിവാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സവർണ ഭാഷകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അവർ വാസ്തവം ഭയന്നു പോയി. അതാണ് ഈ ഇത്രയും പ്രശ്നമാക്കുന്നത്. അവിടെ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ കള്ളനെ കാവലേൽപ്പിക്കാൻ പോലെ സംഘപരിവാർ അല്ലെങ്കിൽ സവർണ ഫാസിസമായിട്ട്. അപ്പോൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അല്ല, ജമാഅത്ത് ഇസ്ലാമി പിന്നെയും കുറേ ബുദ്ധി കാണിക്കുന്നുണ്ട്. മറ്റ് ചില ദളിത് സംഘടനയൊക്കെ പറഞ്ഞു നിങ്ങളെന്താ കീഴ്പ്പെട്ടോ, ഞാൻ SDPIയുടെ ഒരു കാര്യം ഭയപ്പെട്ടോ, SDPI നേതാവ് നിങ്ങളെന്താ RSS കീഴ്പ്പെട്ടോ? RSS കീഴ്പ്പെട്ടല്ല. അതായത് ഇസ്രായേൽ ഈജിപ്റ്റ് യുദ്ധത്തിൽ 3 ദിവസമായിട്ട് ഈജിപ്തിലെ അൻവർ സാദത്ത്, കേണൽ അബ്ദുൽ നാസർ അത് ചെയ്യുമ്പോൾ അൻവർ സാദത്ത് ധാരണപത്രം ഒപ്പുവെച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അത് പറഞ്ഞോ, അമേരിക്കയുടെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, ഇസ്രായേൽ യുദ്ധം ഞങ്ങൾക്ക് ശക്തിയില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ വരുന്ന അമേരിക്കയും വെട്ടിച്ചേർത്തുള്ള സഖ്യരാജ്യങ്ങളാണ്. അതുകൊണ്ട് അത് ഒപ്പുവെച്ചോലെ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഈ സംഘപരിവാർ ഈ കത്തോലിക്ക കോൺഗ്രസ് കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഈ ബേബിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുകൊണ്ടും മമതയെ കണ്ടുകൊണ്ടും ഇതൊന്നും നടക്കില്ല. മുസ്ലിങ്ങൾ കൂടി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ സംഘപരിവാർ നല്ലതായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ സപ്പോർട്ടില്ല. അതുകൊണ്ടാണ് ഒരു തന്ത്രം എന്ന നിലയിൽ, യുക്തി എന്ന നിലയിൽ സംഘപരിവാറായിട്ട് ധാരണ എത്തിയാൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് സുന്ദരമായിട്ട് കഴിയാം. കാരണം നിങ്ങൾ പുറത്താക്കണമെന്ന് അകത്ത് തലയിൽ കൊല്ലൊന്നും അവർക്കില്ല. പക്ഷെ അത് കരുവാക്കിയില്ലെങ്കിൽ മറ്റൊരു കൂടെ എത്താൻ പറ്റില്ല. അതാണ് സംഗതി. കാരണം ഇപ്പോൾ ഗുജറാത്ത് സംഭവത്തിൽ ദളിതർക്ക് പണം കൊടുത്ത് ചെയ്ത് ആ ദളിതപ്പെട്ട ഒരാൾ കണ്ടില്ലേ? ഒരാൾ അത് മതം മാറി മുസ്ലിമായി അവസാനം മരിച്ചുപോയി. മറ്റാൾ എന്നാണ് പറഞ്ഞത് എൻ്റെ കരുക്കളാക്കാൻ. ഇന്ന് ഞാൻ ഓട്ടോറിക്ഷയിലാണ് കിടക്കുന്നത്, രാത്രി വീടില്ല, ഒന്നുമില്ല, പട്ടിയാണ്. അപ്പോൾ അത് ചൂഷണം ചെയ്താൽ അങ്ങനെ അത് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ മുസ്ലിങ്ങളെ എതിർക്കുന്നത് വേണം. അതിന് പരിഹാരമാണ് ബുദ്ധിയുള്ള ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് സംഘപരിവാർ ധാരണത്താണ് ബുദ്ധി. അത് ഞാൻ പറഞ്ഞത് വെറുതെ ധാരണത്തല്ല. ഒരു 20% ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതി നോക്കുക. ആ 20% എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞത്. ജനസംഖ്യാനുപാതിക സവർണല ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം അത് വേണമെന്ന് പറഞ്ഞാൽ ധാരണത്തിൽ കുഴപ്പമില്ല. ഇനി നമ്മളത് അതിൽ കൂടുതൽ വിശദമായിട്ട് പറയാം. ഇനി അടുത്ത തീരാവണം കേരളത്തിലേക്ക് വന്നാലേ
മുസ്ലിം ലീഗ് സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു അഭിപ്രായം പറഞ്ഞത് തെറ്റില്ലെങ്കിൽ അത് പുറത്ത് പറയാതെ അവർ വേണമെങ്കിൽ കമ്മിറ്റി കൂടെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് കോയിൽനാട് എടുത്ത തീരുമാനം അത്ര ഇന്നലെ ഞാൻ പറഞ്ഞാൽ കുറ്റമതില്ല. പക്ഷെ ഇവിടെ വേറൊരു കളിയുണ്ട്. കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കേസ് വീണ പോലൊക്കെ ലീഗിന് 22 സീറ്റുണ്ട്, CPM 26 സീറ്റുണ്ട്, CPI 8 സീറ്റുണ്ട്, കേരള കോൺഗ്രസ് 7 സീറ്റുണ്ട്, RSP 3 സീറ്റുണ്ട്, RBIക്ക് 1 സീറ്റുണ്ട്, കേരള കോൺഗ്രസ് ജെയ്ക്ക് 1 സീറ്റുണ്ട്, CMPക്ക് 1 സീറ്റുണ്ട്, RJDക്ക് 1 സീറ്റുണ്ട്, സ്വതന്ത്രമാർ നമ്മുടെ മാണി കാപ്പ് ഉൾപ്പെടെ 4 സീറ്റ്. അങ്ങനെ 74 സീറ്റുണ്ട്. കോൺഗ്രസ് 61 കഴിച്ചാൽ കോൺഗ്രസിന് 63, BJP 3 കഴിഞ്ഞ് 66 കഴിഞ്ഞാൽ ബാലൻസ് 140 മൈനസ് 66 ഈക്വൽ 74. 24 86 പറഞ്ഞത് 74 സീറ്റുണ്ട് അസംബ്ലിയിൽ. അത് ഒന്ന് CPM ഒന്ന് കണ്ണടിച്ചാൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യ അധ്യക്ഷനാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. വരണം. അപ്പോൾ ഈ തർക്കമൊക്കെ തീരും. കോൺഗ്രസ് ആധിപത്യവും തീരും. നെറികെട്ട ഇത് വരും. കാരണം MP മത്സരിക്കാൻ പാടില്ല എന്ന് രാഹുല് നിങ്ങളും നിങ്ങളുടെ നേതാക്കളും ഒരുമിച്ച തീരുമാനമല്ലേ? ACയുടെ തീരുമാനം. ആ തീരുമാനം മാറ്റി ജയിച്ച് ഭൂരിപക്ഷം കിട്ടിയപ്പോഴേ തന്തയില്ല MLA കാണിക്കുന്നത്. എന്ത് പറയുന്നത്? എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു കരുനിൽക്കുന്നത്. എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്? എത്ര കോടി വാങ്ങിയിട്ട് ഇവിടെ നിന്നൊക്കെ? അതിൽ ഒരു കളിയും കൂടി നിങ്ങൾക്ക് മനസ്സില. അവിടെ ഒരു 3 കളിയാണ് കേരളത്തിൽ. ഒന്ന് സഭയും NSSും SNDPയും. ഇവരൊക്കെ പൊത്തത് പറയെങ്കിലും അവരെല്ലാം ഒരേ കൈയാണ്. അവർക്ക് കേസ് വീണ പോലെ ആയിക്കഴിഞ്ഞാൽ ഇത് മെഴുകാം. സതീശൻ അങ്ങ് മെഴുകാൻ സമ്മതിക്കില്ല. തന്നെയുമല്ല, സതീശൻ മുഖ്യമന്ത്രിയായ ഒരു പക്ഷേ പിറ്റേ ദിവസം പിണറായി വെള്ളാപ്പള്ളി ചിലപ്പോൾ അകത്താവും. പിന്നെ NSSൻ്റെ പേടിപ്പിക്കും നടക്കുകയില്ല. ഉമ്മൻചാണ്ടിയെ പേടിച്ച് കാണിച്ച പോലെ പേടിപ്പിച്ച് നടക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് കൂടിയുണ്ട് ആഗ്രഹങ്ങൾ. ഇത് കളി നടക്കുന്നത് വെറും കളിയില്ല. അറിവ് മാത്രമല്ല തിരിച്ചറിവ് വീണെന്ന് പറയുമ്പോൾ കളി മാത്രമല്ല കളി നടക്കുന്നത്. ടാക്സ് മാത്രമല്ല സൂപ്പർ ടാക്സ് കൊടുക്കും പോലെ. മനസ്സിലായില്ല പോലും മനസ്സിലാകുന്നുണ്ടോ സാധാരണ ജനങ്ങളെ? ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നീതി ലഭിക്കാൻ വേണ്ടി വോയിസ് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ വോയിസ് ഫോർ വോയിസ്ലെസ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും സർവ്വസ്നേഹി മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും വരുന്ന തിങ്കളാഴ്ച രാവിലെ 9 മുതൽ 12 വരെയും ഗാന്ധി പ്രതിമയുടെ മുൻപിൽ ഗാന്ധി ജംഗ്ഷനിൽ കച്ചിരിപ്പടിയിൽ ഒരു സൂചനാ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരെയും പിന്തുണയും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നീതിക്ക് വേണ്ടി ചിന്തിക്കുന്ന എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ആശംസകളും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.